എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വഴുതനങ്ങ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും എൻ്റെ റെസിപ്പീസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് ആദ്യം മല്ലി എടുക്കുക, ഒരു 2 കൈപ്പിടി. പിന്നെ തേങ്ങ 3 കൈപ്പിടി, അതുപോലെ വെളുത്തുള്ളി 2 അല്ലി, പിന്നെ വറ്റൽമുളക് ഒരു 8 അതുപോലെ 6 എണ്ണം, പിന്നെ പുളി, പിന്നെ വഴുതനങ്ങയും ചെറിയുള്ളിയും നീളത്തിലരിഞ്ഞതാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ അരപ്പിന് വേണ്ടിയ ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുകയാണ്. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതായത് നമ്മൾ ഒരുപാട് വറുക്കണമെന്നില്ല, ഒരു ബ്രൗൺ ഒരു ഷെയ്ഡ് വന്നാൽ മതിയാകും. അത്രയും നന്നായിട്ട് നമ്മൾ വറുക്കുക. പിന്നെ അടുക്കി പിടിക്കാതെ നോക്കണം. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡാണ്, ഈ ഒരു കളറാണ് വേണ്ടിയത്. ഇത് കണ്ടില്ലേ, നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പിന് വേണ്ടിയ കൂട്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട, എന്നാൽ ഈ ഒരു നിറം കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. കണ്ടില്ലേ, അതും ഇനി നമ്മൾ ഇത് അരപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് ഈ അരപ്പ് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി വഴുതനങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കടുകും കൂടെ ചേർത്ത് കുറച്ചുപ്പും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ കൂട്ടും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾ വേവിക്കുക. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ്, വഴുതനങ്ങ തീയലാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീയലാണ്. കണ്ടില്ലേ, നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയൽ തയ്യാറായിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.